ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവരും ഹാപ്പിയാണെന്ന് കരുതണോ? അപ്പം നമ്മുടെ അടുത്ത ആഴ്ച വരാനിരിക്കുന്ന നമ്മുടെ മഴതോറും മുമ്പ് സീരിയലിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ നാളെ തൊട്ട് പ്രൊമോ നമ്മൾക്ക് വരുന്നുണ്ട്. നാളെ രാവിലെ ഫുൾ വിശേഷം ഇടുന്നതാണ്. പക്ഷേ എങ്കിലും നമുക്ക് അടുത്ത ആഴ്ച വരാനുള്ള മെയിൻ ചില വിശേഷങ്ങളൊക്കെ കേൾക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതോടൊപ്പം നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പ് കൊടുക്കുക. പിന്നെ നമ്മുടെ പുതുതായിട്ട് വരുന്ന മുത്തുമണീസൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെച്ചോ. കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരണ്ടേ, അതുകൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശിവശങ്കരനും കമലയും നമ്മുടെ ഹരിശങ്കറിനെ പുറത്തിറക്കാൻ വേണ്ടി എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ഒടുവിൽ നമ്മുടെ കമലയ്ക്കാണെങ്കിൽ മനുവിനോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഹരിക്ക് വേണ്ടിയിട്ട് ഒരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയി അവനെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള സഹായം ഒന്നും മനു ചെയ്യുന്നില്ല എന്നതാണ് നമ്മുടെ കമലയുടെ പരാതി. പക്ഷേ കമലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയെ കയറിയുന്നതിനെക്കാട്ടിലും കൂടുതൽ സ്നേഹം ഹരിക്ക് കൊടുക്കുന്നുണ്ട്. മനുവിനെ വേറൊരു രീതിയിലാണ്. അപ്പോൾ കമലയുടെ മെയിൻ പെറ്റെന്ന് പറയുന്നത് നമ്മുടെ ഹരിശങ്കറാണ്. ചോദിക്കുന്ന പണം കൊടുക്കും. അങ്ങനെയൊക്കെ ആ വളർത്തു ദോഷത്തിൻ്റെ ബലമാണ് ഇന്ന് ആ പുന്നാര മോന് ഇന്ന് എവിടെ കിടക്കണത്, ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നത് അല്ലേ. അപ്പോൾ കമല തന്നെയാണ് ഒരു പക്ഷേ നമ്മുടെ ഹരിയെ ഈ ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കമല ഒരു മകനെ വളർത്തേണ്ട രീതിയിലല്ല വളർത്തിയത്. തന്നിഷ്ടപ്രകാരം എന്ത് തോന്നിവാസം കാണിച്ചാലും അതിനൊക്കെ ഒത്താശ പിടിച്ച് നിൽക്കുന്ന ഒരു അമ്മയാണ് കമല. കാരണം ഇപ്പോൾ ശിവശങ്കരനാണെങ്കിൽ നാട്ടിലില്ല, അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. അപ്പം മക്കളെ നോക്കി അതിൻ്റേതായ രീതിയിൽ അവർ പോകുന്ന രീതികളും അവർ എവിടെയൊക്കെയാണ് ലേറ്റായി വന്നാലുള്ള ബുദ്ധിമുട്ട്, അവരെവിടെയൊക്കെ പോകുന്നു, അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷേ അതൊന്നും കമല ശ്രദ്ധിക്കുന്നില്ല. മോൻ എത്ര ആയിരം ചോദിക്കുന്നു അതൊക്കെ കൊടുത്ത് ഇന്നിപ്പോൾ അതേ മോൻ ജയിലിലും ആയിട്ടുണ്ട്. അതാണ് കമലയുടെ അവസ്ഥ. പിന്നെ മനു നമ്മുടെ ഹരിയുടെ കാര്യത്തിൽ ഇടപെടില്ല. കാരണം ഒരു അത്രയ്ക്ക് നാറ്റ കേസായിട്ടുള്ളൊരു കേസാണ് ഹരിയുടെ കേസ്. ഒന്നല്ല രണ്ടല്ല, എത്ര കേസുകളാണ് ഹരിയുടെ കീഴിൽ. ഇങ്ങനത്തെ നമ്മുടെ അലീനയോട് ചെയ്ത അതിക്രൂരമായ ക്രൂരത പോലും ഹരിക്കറിയാം, നമ്മുടെ മനുവിനറിയാവുന്നതാണ് ഹരി ചെയ്ത ആ ക്രൂരത അല്ലേ. രോഹിത്തിനും കൂട്ടുപിടിച്ച് അന്ന് വാണിംഗ് കൊടുത്ത് വിട്ടേക്കണ്ടേനെ. പക്ഷേ എന്നാലും അവൻ നന്നാവാൻ പോകുന്നില്ല. നമ്മുടെ ശരണ്യയോട് ചെയ്ത ഏറ്റവും വലിയ കൊടും ക്രൂരതയാണ് അല്ലേ. സ്വയം ആ കുട്ടിയെ പീഡിപ്പിക്കുക മാത്രമല്ല കൂട്ടുകാർക്കും കൂടെ കാഴ്ച വെച്ചേക്കണം. എന്ത് ഇതായിട്ടുള്ളൊരു തെറ്റല്ലേ ചെയ്തേക്കുന്നത്. ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാണ് ഹരി ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലീനയുടെ അലീന നമ്മുടെ രോഹിത്തിനെയും കൊണ്ട് കോളേജിൽ പോയി. പക്ഷേ പ്രിൻസിപ്പൽ അച്ഛനുമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ അലീന പറഞ്ഞു. അവൻ നിരപരാധിയാണ്, പണം കൊടുത്തല്ല ഇറക്കിയത്, അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ആ കുട്ടി തന്നെ കോടതിയിൽ മൊഴി നൽകിയതുണ്ട്. നമ്മൾ ആ കുട്ടിയെ പ്രേരിപ്പിക്കുകയോ ഒന്നും ചെയ്യാണ്ട് അവൾ തന്നെ അങ്ങനെ രോഹിത്ത് നിരപരാധിയാണെന്നുള്ള കാര്യം കോടതിയിൽ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് അവന് ഈ കോളേജിൽ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് നിങ്ങൾ കൊടുക്കണം. കാരണം അവൻ്റെ ഭാവി നശിപ്പിച്ച് കളയരുത്. കാരണം ഇത്രയും പഠിച്ച് ഇനി 2 വർഷത്തെ കോഴ്സും കൂടെ തന്നെ. അപ്പോൾ ഈ ഒരു വർഷം അവന് വെറുതെ പാഴായി പോവില്ലേ. അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനം എടുക്കണം. അപ്പോൾ അവരുടെ ബോർഡ് തീരുമാനം എന്തെന്ന് വെച്ചാൽ മറ്റു കുട്ടികളുടെ പാരൻസും മറ്റു കുട്ടികളുമൊക്കെ അവരുടെ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ ഉൾപ്പെടെ അതൊരു ഭംഗം വരും. അതുകൊണ്ട് ഹരിയെ പോലെയുള്ളൊരു കുട്ടിയെ രോഹിത്തിനെ പോലെയുള്ളൊരു കുട്ടിയെ ഇവിടെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് അലീന ഇത്രയും താഴ്ന്ന് പറഞ്ഞിട്ട് കൂടി അവരാരും പ്രിൻസിപ്പളോ അല്ലെങ്കിൽ അച്ഛനോ ആരും തന്നെ അത് കൈക്കൊള്ളാൻ തയ്യാറായില്ല. പക്ഷേ അലീന പറഞ്ഞു, പശ്ചാത്തപിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കണ്ടേ അച്ഛാ. അങ്ങനെയെങ്കിലും അവനൊരു തെറ്റ് ഇതിലകപ്പെട്ടു, ഒരു തെറ്റ് ചെയ്തിട്ടില്ല, മാപ്പ് പറഞ്ഞ് തിരികെ വരുമ്പോൾ നമ്മളല്ലേ അവനെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറ്റേണ്ടത്. അങ്ങനെയൊക്കെ അലീന താഴ്ന്ന് സംസാരിച്ചെങ്കിലും ഒരു ബലവും ഉണ്ടായില്ല. അങ്ങനെ അലീനയും രോഹിത്തും തിരിച്ച് നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ കൃഷ്ണമോൾ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രോഹിത്തിൻ്റെ മുഖമൊക്കെ വല്ലാണ്ട് സങ്കടത്തിലായിട്ടോ. കാരണം കോളേജിൽ ചെന്നപ്പോൾ തന്നെ പല കുട്ടികളുടെ നോട്ടവും കുത്തുവാക്കുകളും കേട്ടപ്പോഴും അലീന കൂടെ ഉള്ളത് കൊണ്ട് രോഹിത്ത് അതൊക്കെ തരണം ചെയ്ത് പോന്നു. പക്ഷേ പ്രിൻസിപ്പളുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മാനസികമായിട്ട് രോഹിത്ത് ഒരുപാട്
തളർന്നു പോയി. പക്ഷേ എങ്കിലും തിരിച്ച് വരുന്ന വഴി രോഹിത്തിന് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ അലീന കൊടുത്തു. അലീനയ്ക്ക് ഒരു നിമിഷം ഒരു ഇതായിപ്പോയി. കാരണം വേറൊന്നുമല്ല, താൻ ഈ ഒരു രോഹിത്തിനെയും കൊണ്ടുള്ള ഒരു പോക്ക് വേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത പോലും അലീനയ്ക്ക് വന്നുപോയി. കാരണം രോഹിത് അത്രയ്ക്ക് മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോൾ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, രോഹിത്തിൻ്റെ അടുത്ത് ചോദിച്ചു, രോഹിത്തേട്ടാ പോയ കാര്യം എന്തായി? രോഹിത്ത് കൃഷ്ണമോളെ നോക്കിയിട്ട് നേരെ ഒന്നും മിണ്ടാണ്ട് റൂമിലോട്ട് കയറിപ്പോയിട്ടോ. അപ്പോഴേക്കും നമ്മുടെ അലീന വന്നു. അലീന വന്നപ്പോഴേക്കും എന്തായി, രോഹിത്തേട്ടൻ ഒന്നും മിണ്ടിയില്ലല്ലോ. അപ്പോൾ അലീന പറഞ്ഞു, മോളെ പോയ കാര്യമൊന്നും നടന്നില്ലടി മോളെ. കാരണം എത്രയും താന്ന് പറഞ്ഞിട്ട് കൂടി അവരതൊന്നും കൈക്കൊള്ളാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞു. രോഹിത് ഒരുപാട് സങ്കടത്തിലാണ് വന്നേക്കണേന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആ സമയം ബാലേന്ദ്രനും വന്നു. ബാലേന്ദ്രൻ വന്നപ്പോൾ ചോദിച്ചു, അലീന എന്തായി? ഇല്ലച്ചാ, പോയ കാര്യം നടന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ മോളെ, ഞാൻ പോയി അത്രയ്ക്ക് സംസാരിച്ചതാണ്, വെറുതെ ഈ ഒരു പോക്കിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു, ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു, എന്നാലും എന്ത് ഇതാണ് വെച്ചാൽ നമ്മുടെ രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവൻ്റെ കുറ്റബോധം എല്ലാം അവനിലുണ്ട്. എന്നിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്ക് വീട്ടുകാർക്ക് മാത്രമല്ലല്ലോ, അവൻ്റെ അധ്യാപകർക്കും ഇല്ലേ. പക്ഷെ അവരെന്തുകൊണ്ട് അവനെ അങ്ങനെ നിരസിച്ച് കളഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ എന്നൊക്കെ നമ്മുടെ അലീന പറയുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രൻ പറഞ്ഞു, അവർ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. കാരണം എന്തെന്ന് വെച്ചാൽ അത്രയും വലിയൊരു കോളേജിൽ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ഇങ്ങനൊരു ചീത്തപ്പേര് വന്ന കുട്ടി ബാക്കി കുട്ടികളുടെ പാരൻസിനും അല്ലെങ്കിൽ ബാക്കി കുട്ടികൾക്കൊക്കെ അത് അവരെ കോളേജിനെ പോലും റെപ്യൂട്ടേഷനെ ബാധിക്കും. അതുകൊണ്ടാണ് അവരത് അങ്ങനെ ഒരു തീരുമാനം പറയുന്നത്. അവർക്കായിട്ട് ബാക്കി എല്ലാവരുമായിട്ട് ആലോചിച്ചല്ലേ അവർക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്. ഇനിയിപ്പോൾ പോട്ടെ, എന്തായാലും സാരമില്ല. അപ്പോൾ അലീന പറഞ്ഞു, രോഹിത്തിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അച്ഛാ, അവനാകെ തളർന്നു പോയി. സാരമില്ല മോളെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മറ്റൊരു വഴി നോക്കാം എന്ന രീതിയിൽ ബാലേന്ദ്രനും പറഞ്ഞു. പക്ഷേ ബാലേന്ദ്രന് വല്ലാത്തൊരു വിഷമമായിപ്പോയിട്ടോ. കാരണം അലീന പോയപ്പോൾ അത് നടക്കും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ബാലേന്ദ്രൻ്റെ ഉള്ളിൽ വന്നായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാമച്ചനെയും ഫാമിലിയാണ് കേട്ടോ. വേറൊന്നുമല്ല, ഒരു ദിവസം രാത്രിയിൽ ഒരു മാമച്ചൻ്റെ വീട്ടിലെ ഗേറ്റിൽ വന്നിട്ട് ഒരു വണ്ടി ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജോസൂട്ടി ഓടി ചെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. അപ്പോൾ നമ്മുടെ ടോണിയാണ് വരുന്നത്. അപ്പോൾ എന്നിട്ട് വന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പോഴേക്കും ടോണി, നമ്മുടെ മാമച്ചൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഗ്രേസമ്മയും വന്നു. അപ്പോഴേക്കും ടോണിയാണ്. പക്ഷേ ടോണി നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴയത്ത് നിന്നുകൊണ്ട് തന്നെ ടോണി പറഞ്ഞു, അതെ, നിങ്ങളുടെ മകൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് എനിക്കറിയാമെന്ന് പറയും. അപ്പം മാമച്ചനും ഗ്രേസമ്മയും പെട്ടെന്ന് ഷോക്കായി പോവാണ്. അപ്പോൾ ഈ സൗണ്ട് കേട്ട് നമ്മുടെ രേവതി കുട്ടിയും വരെയാണേ. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് മേളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ടോണി മഴ നനഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ്, എന്നെ കല്യാണം കഴിച്ച ഷെറിനുണ്ടല്ലോ, അവൾ എന്നെ ശപിച്ചിട്ട് പോയവളാണ്. അവൾക്കും നിങ്ങളുടെ മകനും ഉണ്ടായ കുഞ്ഞ് എവിടെയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ നിങ്ങളോട് പറയില്ല എന്ന് പറയണ. അപ്പം മാമച്ചൻ ആകെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. മാമച്ചൻ പറഞ്ഞു, ടോണി നീ അകത്ത് കയറി, നമുക്ക് ഇരുന്ന് സംസാരിക്കാമെന്നൊക്കെ പറയാം. ഞാൻ വരുന്നില്ല, ഞാൻ എങ്ങോട്ടും കയറുന്നില്ല. അപ്പോഴേക്ക് നമ്മുടെ രേവതി കുട്ടിയും പറയുന്നുണ്ട്, ടോണി ചേട്ടാ എന്തിനാ ഇങ്ങനെ മഴ നനഞ്ഞ് സംസാരിക്കുന്നത്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഞാൻ എങ്ങോട്ടും ഇരുന്നില്ല, ഞാൻ പോവാ. ഈ കാര്യം നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ്. പക്ഷേ ഒരിക്കലും ആ കുഞ്ഞ് എവിടെയാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരില്ല എന്ന് എന്നെ ആ മദ്യലഹരിയിലാണെങ്കിലും ടോണി അത് കടുപ്പിച്ച് തന്നെ പറയുകയാണ്. എന്നിട്ട് ടോണി വണ്ടി എടുത്തിട്ട് അപ്പം തന്നെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോഴേക്കും മാമച്ചനും ഗ്രേസമ്മയ്ക്കും ആകെ ടെൻഷനെ, എന്തൊക്കെയാണ് ഈ ടോണി പറയണേ, ശരിക്കും നമ്മുടെ മോൻ്റെ കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് അവൻ അറിയാവോ എന്നൊക്കെ ടെൻഷനെ. അപ്പോഴേക്കും നമ്മുടെ രേവതി കുട്ടി പറഞ്ഞ്, ഗ്രേസമ്മ ആൻറ്റി എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കണേ, ടോണിച്ചൻ ഒന്ന് നോർമൽ ആയിക്കോട്ടെ, ടോണിച്ചൻ തന്നെ നമ്മളടുത്ത് വന്ന് പറയും, നിങ്ങൾ കാത്തിരുന്നോ, ഉറപ്പായിട്ടും പറയുമെന്ന് നമ്മുടെ രേവതി കുട്ടി അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശിവശങ്കരനും നമ്മുടെ പ്രഭാകരനും തമ്മിലൊരു കൂടിക്കാഴ്ചയൊക്കെ വരെയാണ്. അങ്ങനെ ശിവശങ്കരൻ കാര്യങ്ങളൊക്കെ പറയണം. അതായത് എൻ്റെ മകൻ നിങ്ങളെ മകളോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത ഒരു തെറ്റ് തന്നെയാണ്, ഞങ്ങൾക്കറിയാം. ആ കുട്ടിയുടെ ഭാവി ഇല്ലാണ്ടാക്കി കഴിഞ്ഞത് എൻ്റെ മകൻ തന്നെയാണ്. അവൻ അതിന് തക്ക ശിക്ഷ എന്താണെങ്കിലും കോടതി വിധിക്കുന്നത് കിട്ടിക്കോട്ടെ. എന്നിട്ട് ശിവശങ്കരൻ പറയും, ഒരേ ഒരു കാര്യം, അവൻ ചെയ്യാത്ത തെറ്റ് നിങ്ങൾ എഴുതി ചേർക്കരുത്. കാരണം എന്ന് വെച്ചാൽ അവൻ ഒരിക്കലും ആ കുട്ടി
കുട്ടിയെ 2 കൊല്ലം മുന്നേ ഒന്നും അങ്ങനെ പീഡിപ്പിച്ചിട്ടില്ല. പോക്സോ കേസാണ് അവൻ്റെ പേരിൽ പോലീസുകാരും മറ്റു പല പ്രമുഖരും എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് ഒത്താശ പിടിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കോടതിയിൽ വരുമ്പോൾ അതിന് തെളിവുകളും മറ്റുമൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആ സംഭവം നടന്നിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ മകൾക്ക് തന്നെയാണ് അത് ദോഷം. അപ്പോഴേക്കും പ്രഭാകരൻ പറഞ്ഞു, ഞാൻ എൻ്റെ മകളുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രഭാകരന് സത്യം പറഞ്ഞാൽ ഒട്ടും തന്നെ ഇഷ്ടമല്ല ശിവശങ്കരനുമായിട്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച. എന്നിട്ട് ശിവശങ്കരൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മകളുടെ ഭാവി നോക്കണം. എന്തായാലും ആ കുട്ടിക്ക് അങ്ങനെ ഒരു വീഴ്ച വന്നുപോയി, എൻ്റെ മകൻ കാരണമാണ്. പക്ഷേ നിങ്ങൾ അത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. എന്ത് സഹായം വേണമെങ്കിലും അവളുടെ ഭാവി ജീവിത ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറയാം. അപ്പം പ്രഭാകരന് ദേഷ്യമാവുകയാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മകൾക്ക് ഒരു വില ഇടും പോലെയുള്ള ഒരു അവസ്ഥയായിപ്പോയി. പക്ഷേ ഒടുവിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ ഒരു ഒത്തുതീർപ്പിലായിട്ടാണ് ശിവശങ്കരനും പ്രഭാകരനും മാറുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ശരണ്യരെടുത്ത് നമ്മുടെ പ്രഭാകരൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഒരു പക്ഷേ കോടതിയിൽ ശരണ്യ സത്യം പറയും. കാര്യം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അങ്ങനെ നടന്നിട്ടില്ലല്ലോ. പോക്സോ കേസ് നമ്മുടെ ഹരിക്ക് ഒരിക്കലും ചെയ്യാത്ത കുറ്റമാണ്. ബാക്കി ഈ ചെയ്ത തെറ്റ് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. അതിന് തക്ക ശിക്ഷ കിട്ടണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ വൈജയന്തിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ 2 ആഴ്ച സമയം കഴിഞ്ഞിട്ടും നമ്മുടെ അലീന പോയിട്ടില്ല. അലീന ചെകുത്താനും കടലിനും നടുവിലാണ് എന്ന് വേണം പറയാൻ. കാരണം എന്ന് വെച്ചാൽ അലീന ഒരു വശത്ത് ബാലേന്ദ്രൻ വിടില്ല. അഥവാ അങ്ങനെ പോയാൽ തന്നെ ഈ കുടുംബം അതോടുകൂടി ചിന്ന ഭിന്നമാവും. കാരണം ഞാൻ വൈജയന്തിയുടെ അടുത്ത് പറയുക തന്നെ ചെയ്യും അലീന എന്ന് പറഞ്ഞു. ആ ഒരു പേടിയുള്ളതുകൊണ്ട് അലീനയ്ക്ക് പോകാനും പറ്റുന്നില്ല. വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ രോഹിത്തിൻ്റെ കോളേജിൽ നിന്നും ഒരു കോള് ബാലേന്ദ്രന് വരുന്നത്. വേറൊന്നുമല്ല, അതായത് രോഹിത്തിനെ തിരിച്ച് കോളേജിൽ വന്ന് പഠിക്കാനുള്ള പെർമിഷൻ ഞങ്ങൾ ബോർഡ് മീറ്റിംഗ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വന്ന് പഠിക്കുക, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. പരീക്ഷ എഴുതാനും 1 വർഷം അവന് പാഴായി പോകേണ്ട കാര്യമില്ലല്ലോ. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഭാഗത്തു നിന്നും ചെയ്തു തരാമെന്നും പറയണം. ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് അതിനേക്കാളേറെ സന്തോഷമായി. അലീന പോയി പറഞ്ഞ് സംസാരിച്ച് രോഹിത്ത് മാപ്പ് പറഞ്ഞ് ഒക്കെ ചെയ്തതിൻ്റെ പേരിലാണ് ഈ ഒരു തിരിച്ചെടുക്കൽ, രോഹിത്തിനെ തിരിച്ച് കോളേജിലേക്ക് അവരെടുക്കാമെന്ന് പ്രിൻസിപ്പളെ വിളിച്ചിങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് അലീന പോയത് കൊണ്ട് മാത്രമാണ് രോഹിത്തിൻ്റെ തിരിച്ച് കോളേജിലേക്ക് കാല് കുത്താനുള്ള ഒരു അവസരം കിട്ടിയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വൈജയന്തിക്ക് ഇങ്ങനെ മുറുമുറുപ്പാണ്. ഇനിയിപ്പോൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഒരു പട്ടിയുടെ വില പോലും ഇല്ലാണ്ട് ഞാൻ ഇനി ഇവിടെ കിടക്കില്ല എന്ന തീരുമാനം ദൃഢമായിട്ട് നമ്മുടെ മനസ്സിലെടുക്കുകയാണ്. അങ്ങനെ വൈജയന്തി അവിടെ നിന്ന് നേരെ നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കടപ്പാട്ടൂർ ചെല്ലുമ്പോഴത്തേക്കോ ശിവശങ്കരൻ വിട്ടുകൊടുക്കുമോ? ശിവശങ്കരന് കമലയ്ക്ക് അല്ലെങ്കിൽ തന്നെ നമ്മുടെ സൗദാമിനി അമ്മയെ നോക്കിക്കൊണ്ട് മടുത്തു. ഇനി അതിൻ്റെ ഇടയിൽ മോളെയും കൂടെ നോക്കണമെന്ന് വെച്ചാൽ നാത്തൂനെ കൂടെ നോക്കേണ്ട അവസ്ഥ വന്ന കമല, അല്ലെങ്കിൽ തന്നെ കമലയ്ക്ക് വൈജ വന്ന് നിൽക്കണത് ഇഷ്ടമില്ല. അപ്പോൾ വന്ന പാടെ തന്നെ ശിവശങ്കരനെ ചോദിച്ചു, നീ ഇതെന്ത് തീരുമാനം എടുത്തത്? നീ ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും വൈജ വിട്ടുകൊടുക്കുമോ? എനിക്കും കൂടെ അവകാശപ്പെട്ട വീടാണ്, ഞാനിവിടെ നിൽക്കണേൽ നിങ്ങളാരും എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് ഞാൻ പോകില്ല എന്ന് എന്നെ തീർച്ചപ്പെടുത്തി വൈജ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ നെടുമ്പുരയ്ക്കിൽ നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. അലീന ഒരേ കരച്ചിലാണ്. കാരണം മാഡം പോയത് താൻ കാരണമാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യണേ? ഈ കുടുംബത്തിൽ മാഡം ഇല്ലാണ്ട് വരുന്ന അവസ്ഥ ഒരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അലീനയുടെ കരച്ചിൽ കണ്ടിട്ട് സത്യം പറഞ്ഞ ബബിതയ്ക്കും കൃഷ്ണമോക്കും ഒക്കെ സങ്കടമാവുകയാണ്. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, ഇനി ഇവിടെ നിന്ന് പോയ വൈജ ഇനി ഇവിടെ തിരിച്ച് ഒരു കയറി വരൽ ഒരിക്കലും അവളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ അവൾക്ക് തോന്നുമ്പോഴും വരുമ്പോഴും കയറി ഇറങ്ങി പോകാനുള്ളതല്ല ഈ വീട് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ഒച്ചയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അവരെല്ലാവരും കൂടെ ആരൊക്കെയാണ്, നമ്മുടെ അലീനയും നമ്മുടെ ബബിതയും കൃഷ്ണമ്പോളും കൂടെ തീരുമാനിച്ച് അവർ 3 പേരും കൂടെ ചേർന്ന് എങ്ങോട്ട് പോകണം, നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്ന് വൈജയന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, അമ്മയെ ഇങ്ങോട്ട് എന്ത് നിർബന്ധം കാണിച്ചിട്ടാണെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ ഇടേണ്. അങ്ങനെ അവർ എല്ലാവരും കൂടെ നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിലെത്തുകയാണ്. എത്തിക്കഴിഞ്ഞിട്ട് ബബിതയും കൃഷ്ണമ്പോളും കൂടെ വൈജയുടെ അടുത്ത് പറയാം, അമ്മ ഞങ്ങളെ കൂടെ ഇപ്പം തന്നെ വരണം, വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടെ താമസിക്കുമെന്ന് പറഞ്ഞു. വൈജയ്ക്ക് അത് കേട്ടപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കാര്യം എന്ന് വെച്ചാൽ
അങ്ങനത്തെയൊക്കെ ഒരു നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താ ചെയ്യുക? അങ്ങനെ ഒടുവിൽ നമ്മുടെ വൈജയന്തി തിരിച്ച് നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് കടപ്പാട്ടൂരിൽ നിന്ന് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തു തന്നെ ഇരിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച നല്ല അടിപൊളി വിശേഷങ്ങളാണ് നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഈ നെക്സ്റ്റ് വീഡിയോ പ്രൊമോക്ക് ഒന്ന് കേൾക്കുക കേട്ടോ. കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ലൈക്ക് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊന്നും മറന്നു പോകണ്ട. എൻ്റെ വാക്കുകൾക്കൊക്കെ ചില വേർഡ്സ് ഒന്നും ക്ലിയർ ആവുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം ഒരു 1 വീക്ക് എനിക്ക് കമ്പി ഇട്ടയ്ക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പല്ല് കമ്പി ഇട്ടയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് വീക്ക് മഴ തോരും മുമ്പേ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.